289 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി സർക്കാർ നീട്ടിയിരിക്കുന്നു എന്ന വാർത്ത കൂടിയുണ്ട്. ശുപാർശ PSC അംഗീകരിച്ചിരിക്കുന്നു. മെയ് 25-നും ഓഗസ്റ്റ് 31-നും ഇടയ്ക്ക് അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളാണ് നവംബർ 30 വരെ നീട്ടിയത്. 30,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് ഇതുകൊണ്ട് ഗുണം ലഭിക്കും. റോഷിപാൽ, രണ്ടാം മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനമായിരുന്നല്ലോ ഈ PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടുക എന്നുള്ളത്. അപ്പോൾ അതിന് PSC ഇപ്പോൾ ആ ശുപാർശ അംഗീകരിച്ചിരിക്കുന്നു അല്ലേ റോഷി? സ്മൃതി, അങ്ങനെയാണ്. കാരണം മന്ത്രിസഭാ യോഗത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള കാരണം മുഖ്യമന്ത്രി വിശദീകരിച്ചതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നിയമനങ്ങൾ കൃത്യമായി നടന്നിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇളവ് എന്ന നിലയിൽ ഒരു ശുപാർശ സംസ്ഥാന മന്ത്രിസഭ PSCക്ക് മുന്നിലേക്ക് അയച്ചത്. അത് PSC അംഗീകരിച്ചു എന്നതാണ് പ്രധാനം. അതിൽ ഏതാണ്ട് 30,845 ഉദ്യോഗാർത്ഥികൾക്കാണ് അത് ആശ്വാസകരമാകുന്നത്. കാരണം ഈ കാലയളവിൽ മെയ് 25-നും ഓഗസ്റ്റ് 31-നും ഇടയിൽ നിയമനങ്ങൾ നടന്നിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ കാലാവധി അവസാനിക്കുമ്പോൾ, ഓഗസ്റ്റ് 31-നകം കാലാവധി അവസാനിക്കുമ്പോൾ അവർക്കുള്ള അവസരങ്ങൾ പലതും നഷ്ടമാകും എന്നൊരു വിലയിരുത്തലുണ്ടായി സർക്കാരിന്. അതുകൊണ്ടാണ് നവംബർ 30 വരെ ഏതാണ്ട് 289 റാങ്ക് ലിസ്റ്റുകൾ അതിന്റെ കാലാവധി നീട്ടാനുള്ള തീരുമാനം മന്ത്രിസഭാ യോഗം എടുത്ത് അത് ശുപാർശയായി PSCക്ക് നൽകിയത്. ആ ശുപാർശ പൂർണ്ണമായും PSC അംഗീകരിച്ചു. ഒരു ആശ്വാസകരമായ കാര്യമാണ്. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ അല്പസമയത്തിനകം മുഖ്യമന്ത്രി വിശദീകരിക്കും.